നമുക്കിവിടെ കേരളത്തെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. കേരളം എന്നത് ഇന്ത്യയിലെ ഒരു സുരക്ഷാ തുരുത്തായിട്ടാണ് ഇന്ന് ഇന്ത്യൻ സമൂഹം കാണുന്നത്. അത് കോവിഡിന്റെ കാര്യത്തിലായാലും മറ്റ് നിരവധി കാര്യങ്ങളിലും കേരളം ഒരു പച്ചത്തുരുത്താണ്. കേരളത്തെ കണ്ടു പഠിക്കൂ, കേരളത്തെ പോലെ ചെയ്യൂ എന്നാണ് എല്ലാ പുരോഗമന ശക്തികളും ഇന്ത്യയിൽ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിൽ നമുക്ക് എടുത്തു പറയാൻ അഭിമാനകരമായ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, ജെൻഡർ വിഷയത്തിലാകട്ടെ, എല്ലാം തന്നെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ റെക്കോർഡുകളുണ്ട്. ഈ ഒരു വശം അവിടെ മാറ്റിവെച്ചാൽ മറുവശത്തൊന്ന് നോക്കുക. അശാസ്ത്രീയമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാഠങ്ങളെല്ലാം തീർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? നികത്തി കഴിഞ്ഞില്ലേ? കുന്നുകളൊക്കെ ഇടിഞ്ഞു പോയില്ലേ? നമ്മുടെ ഭൂപ്രകൃതിയെ നാം ബോധപൂർവം ഇടപെട്ട് മാറ്റി തീർക്കുകയല്ലേ? നമുക്ക് എന്നെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇവിടെ നിങ്ങൾ നാടകം കണ്ടല്ലോ. ജെൻഡർ ഇക്വിറ്റി വേണ്ടി വാതോരാതെ പ്രഭാഷണം നടത്തുന്ന ഈ കേരള സമൂഹം എങ്ങനെയാണ് സ്ത്രീകളെ ഇന്ന് കാണുന്നത്? എങ്ങനെയാണ് മറ്റ് ജെൻഡറുകളെ കാണുന്നത്? ട്രാൻസ്ജെൻഡറുകളെ മനുഷ്യരായി നാം കാണുന്നുണ്ടോ? സ്ത്രീകൾ ഇന്നും രണ്ടാം കിടക്കാരല്ലേ? എല്ലാ തലങ്ങളിലും അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് നാം പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നടത്തുന്നത്? നമുക്കറിയാത്ത കാര്യമാണോ? 1ാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അശാസ്ത്രീയമല്ലേ അത്? ആരോഗ്യരംഗത്ത് മാനം മുട്ടുന്ന റെക്കോർഡുകൾ നമുക്കുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ തന്നെ വാക്സിനേഷന് എതിരായിട്ട് വലിയൊരു പ്രസ്ഥാനം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ ഏതേതെല്ലാം മേഖലകളിൽ ശാസ്ത്രത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ തന്നെ മറുവശവും നമുക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമല്ലാത്ത ഒരു വശം കൂടിയുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സൃഷ്ടിയാണ് ഇന്നത്തെ കേരളം. ആ കേരളം നവോത്ഥാന മൂല്യങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു പുതിയ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന് ശാസ്ത്രബോധം അനിവാര്യമാണ്. 46-ൽ ജവഹർലാൽ നെഹ്റു ആഹ്വാനം ചെയ്ത ആ കാഴ്ചപ്പാട്, എവിടെയും എത്താത്ത ആ കാഴ്ചപ്പാട് എങ്ങനെയാണ് കേരള സമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന ഒരു ചെറിയ സംഘടന മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ഇവിടുത്തെ സമസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് ശാസ്ത്രബോധം പ്രചരിപ്പിക്കുകയാണ് അടിയന്തര കടമ എന്ന് തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ നമുക്കിതിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അന്ധവിശ്വാസത്തിന്റെ കാര്യം സൂചിപ്പിക്കേണ്ടായി. അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശാസ്ത്രബോധത്തിന്റെ സൃഷ്ടിയിൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിലേക്ക് ഒതുങ്ങിപ്പോകരുത് നമ്മൾ. നോക്കൂ, നമ്മുടെ നാട്ടിലെ കൃഷിയുടെ കാര്യത്തിൽ എത്രമാത്രം ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗ സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിലെ കൃഷി എവിടെ എത്തി നിൽക്കുന്നു? നമുക്ക് ആവശ്യമുള്ള അരിയുടെ 1/8 ഭാഗം മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഇന്ന് കേരളം. കേരളത്തിന്റെ ഭൂമിയുടെ, കൃഷിഭൂമിയുടെ 94% പറമ്പുകളാണ്. എന്നാൽ നമ്മുടെ കാർഷിക ചർച്ചകളിലൊക്കെ ഈ 6% വരുന്ന പാടത്തിന്റെ കാര്യവും പാടം കുറഞ്ഞു വരുന്ന കാര്യവും മാത്രമേ നാം ചർച്ച ചെയ്യാറുള്ളൂ. പറമ്പുകളിൽ കൃഷി ചെയ്യാൻ എത്രയോ സംഗതികളുണ്ട്. എന്നിട്ടും നമ്മുടെ 40-45% പച്ചക്കറി കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അശാസ്ത്രീയമായ ഭൂവിനിയോഗം മാത്രമാണ് അതിന് കാരണം. 13 സെന്റ് മാത്രം ശരാശരി ഭൂമിയുള്ള കേരളത്തിൽ കാർഷിക ഭൂമിയുടെ ഒരു പുനഃസംഘാടനം സാധിച്ചില്ലെങ്കിൽ കൃഷി ഇല്ല. കേരളത്തിൽ കൃഷി മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇവിടെയാണ് പുതിയ ഒരു സംഘടനാ രൂപം കാർഷിക രംഗത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടത്. നമുക്കത് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ കൃഷിക്ക് ഭാവിയില്ല കേരളത്തിൽ. പക്ഷേ നമുക്ക് അങ്ങനെ നശിക്കുക സാധ്യമല്ല.
നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്, ആരോഗ്യത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ മാരാരിക്കുളത്ത് ഒരു പുതിയ ആപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജോയ് തോമസ് എന്ന വളരെ പ്രഖ്യാതനായ കേരളത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആ ആപ്പ് ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ കർണപുരം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും അതിൻ്റെ നിരീക്ഷണത്തിലാണെങ്കിൽ അതുപയോഗിച്ച് നിങ്ങളുടെ മാറുന്ന മുഖഭാവം വെച്ചുകൊണ്ട് നിങ്ങളുടെ അസുഖം തിരിച്ചറിയാനും നിങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാനും സാധിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്കിവിടെ വിതരണം ചെയ്യാൻ പോകുന്ന 15 ലഘുലേഖകളിൽ ഒരു സന്തുഷ്ട ഗ്രാമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, സ്കാൻഡിനേവിയൻ നാടുകളിലെ അവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഇതൊക്കെ തന്നെ കേരളത്തിൽ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ട ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രമേ പറഞ്ഞു, കൃഷിയുടെ. ഇതുപോലെ നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ശാസ്ത്രവിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും നിരവധി സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ എന്തിന് നമ്മുടെ മാലിന്യത്തിന്റെ കാര്യം നോക്കൂ. 97 മുതൽ ആരംഭിച്ച സമരമാണ് കേരളത്തിൽ മാലിന്യത്തിനെതിരായിട്ടുള്ള സമരം. നമുക്ക് ഇന്നും 25 വർഷത്തിന് ശേഷവും ഹരിതകർമ്മസേനയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലെത്തി. 4 നൂറ്റാണ്ടായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യമാണ് ശുചിത്വത്തിന്റെ കാര്യം. എന്തുകൊണ്ടാണ് ഈയിടെ നമ്മുടെ ഹരിത കേരളത്തിന്റെ സഹോദരിമാർക്ക് 50 രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് വലിയ വിവാദം നടന്നല്ലോ ഈ കേരളത്തിൽ. അതാണ് നാം കാണേണ്ട പുതിയ കേരളം. ആ കേരളത്തെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പുതിയ വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ, അറിവുകൾ ഒക്കെ ഓരോ മേഖലയിലുമുള്ള വിജ്ഞാനത്തിന്റെ പ്രയോഗമായിട്ട് കാണുകയും പുരോഗതിയുടെ പ്രവർത്തനങ്ങൾ അവിടേക്ക് കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കൃഷി മാറുക, നമ്മുടെ ആരോഗ്യം മാറുക, നമ്മുടെ വിദ്യാഭ്യാസം മാറുക, നമ്മുടെ ജെൻഡർ കാഴ്ചപ്പാട് മാറുക. ഒക്കെ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ കണ്ട നാടകത്തിൽ ആ ഓഫീസിലെ അറ്റൻഡർ ഒരു കാലെടുത്ത് മടിയിൽ പൊക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ വെക്കണം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഇതില്. അതാണ് പുതിയ ജെൻഡർ കാഴ്ചപ്പാട്. സ്ത്രീകൾ അങ്ങനെ കാലെടുത്ത് മേലെ കയറ്റി വെച്ചിട്ട് പുരുഷന്മാരുടെ മുന്നിൽ അവരെ മുഖത്ത് നോക്കി വർത്തമാനം പറയണം. ധൈര്യമുണ്ടോ നമുക്കത് ചെയ്യാൻ? ഇപ്പൊ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോഗം കേരളത്തിലെ എല്ലാ വികസന മേഖലകളിലും വർദ്ധിച്ച അളവിൽ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ശാസ്ത്രബോധം കേരളത്തിന്റെ സാമാന്യ ബോധമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് എപ്പോഴാണോ നമ്മുടെ സമൂഹത്തിനുണ്ടാവുക, അന്ന് കേരളം ഇനിയും കുതിക്കും. അല്ലെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരും.